2024 ജാനുവരിയിൽ അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ 2024 നാഷണൽ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി എന്താണെന്നുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവരുടെ ആദ്യത്തെ റിപ്പോർട്ടാണ് ഈ വർഷത്തെ. 59 പേജുകളുള്ള ആ ഒരു റിപ്പോർട്ടിനകത്ത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്, ആരൊക്കെയാണ് അമേരിക്കയുടെ ശത്രുക്കൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് സുഹൃത്തുക്കൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് അമേരിക്ക ചൈനയുടെ എക്കണോമിക് ഗ്രോത്തിനെയും മിലിറ്ററി പ്രൊഡക്ഷൻ ക്യാപ്പബിലിറ്റിയെയും ഒരു വലിയ ത്രെട്ടായിട്ട് കാണുകയാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ വേൾഡ് ഓർഡറിന് ചൈനയുടെ എക്കണോമിക് ഗ്രോത്തും അവരുടെ മിലിറ്ററി പ്രൊഡക്ഷൻ ക്യാപ്പബിലിറ്റിയും ഒരു വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നുവെന്നാണ് അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന റിപ്പോർട്ടിനകത്ത് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ, ഇസ്രായേൽ, ജപ്പാൻ, മെക്സിക്കോ, സൗത്ത് കൊറിയ, തായ്വാൻ, UK ഈ രാജ്യങ്ങളെക്കുറിച്ചാണ് അതിനകത്ത് സംസാരിക്കുന്നത്. അപ്പം അതിനകത്ത് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ അല്ലെങ്കിൽ തന്ത്രപരമായ പങ്കാളികളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമാണത്. കാരണം US-ഉമായിട്ടുള്ള സൗഹൃദം നമ്മുടെ ഒരു എക്കണോമിക് ഗ്രോത്തിൻ്റെ ഈ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ അറിയുമ്പോൾ തന്നെ US-ഉം ചൈനയും എന്താണെന്നും നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വീഡിയോയുടെ ടൈറ്റിലിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് US-നെയും ചൈനയും മാത്രമാണ്. റഷ്യയും കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരു വേൾഡ് ഓർഡർ എന്താണ്? US ലീഡ് ചെയ്യുന്ന ഒരു വേൾഡ് ഓർഡർ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അത് US-ഉം സോവിയറ്റ് യൂണിയനുമായിരുന്നു. അതാണ് ശീതയുദ്ധത്തിലേക്കൊക്കെ നയിച്ചത്. പക്ഷെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ കഴിഞ്ഞ നൂറ്റാണ്ടോടുകൂടി തന്നെ US-ന്റെ ഒരു മേൽക്കോയ്മയ്ക്ക് തുടക്കമാവുകയാണ്. ഇന്ന് 2024 നമ്മൾ ഈ സംസാരിക്കുമ്പോഴും US മേൽക്കോയ്മയെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്ന ഒരു രാജ്യവും ഇന്നില്ല. ഈവൻ റഷ്യയോ ചൈനയോ ഒന്നും ഒറ്റയ്ക്ക് അമേരിക്കയെ നേരിടാൻ ഇപ്പോഴും പ്രാപ്തരായിട്ടില്ല എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ടായിട്ട് ലോകത്ത് ആവശ്യമായ ആയുധങ്ങൾ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന രാജ്യം കൂടിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ലോകമൊട്ടാകെ വിവിധ രാജ്യങ്ങളിലായിട്ട് അവർക്ക് സൈനിക താവളങ്ങളുണ്ട്, അവരുടെ സൈനിക സാന്നിധ്യമുണ്ട്. ഇൻഡോ പസഫിക് റീജിയനെ കുറിച്ച് ഏറ്റവും അധികം വ്യാകുലപ്പെടുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. പക്ഷേ ഇൻഡോ പസഫിക് റീജിയണിൽ US-ന് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അവരിവിടെ വന്ന ഒരു വരത്തൻ മാത്രമാണ്. ഇൻഡോ പസഫിക് റീജിയണിൽ ഇന്ത്യയുണ്ട്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഉണ്ട്, അല്ലെങ്കിൽ ചൈനയെ ഉൾപ്പെടുത്താം. അങ്ങനെ ഈ റീജിയണിൽ വരുന്ന രാജ്യങ്ങളുണ്ട്. ഏഷ്യയിൽ തന്നെ US-ന് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. US-ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലുമൊക്കെ US-ന്റെ ഇടപെടലുകൾ വളരെ നിർണായകമാണ്. മിഡിൽ ഈസ്റ്റ് സമാധാനപൂർണ്ണമായിട്ട് നിൽക്കാൻ കാരണം, അല്ലെങ്കിൽ ഒരു സൗദി ഇറാൻ യുദ്ധം ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം ഒക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഒരു വശത്ത് ലോകത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പീസ്ഫുള്ളായിട്ട് ലോകത്തെ നിലനിർത്താൻ അവർ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെല്ലാ നിബന്ധനകളെയും നിയമങ്ങളെയും കാറ്റിൽ പറത്താറുമുണ്ട്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്തൂടെ ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഒരു വശത്ത് US നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, ഇപ്പോൾ നമുക്ക് നിർണായകമായ പങ്കാളിത്തമുള്ള രാജ്യവുമാണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറുമാണ്. പക്ഷേ US-നെ നമുക്ക് ഒരിക്കലും കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഫ്രാൻസിനെ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇസ്രായേലിനെ വിശ്വസിക്കാം. പക്ഷേ US-നെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കാര്യം നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നേർക്ക് നേറാണ്. രണ്ട് രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇവർ തമ്മിൽ പ്രശ്നമുണ്ട്. അടിച്ചടിച്ച് നിൽക്കുന്ന രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതിർത്തിയിൽ തന്നെ എത്രയോ നാളായിട്ട് നമ്മൾ പരസ്പരം സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കുകയാണ്, എനി ടൈം യുദ്ധത്തിന് റെഡി ആയിട്ട്. സോ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു സാഹചര്യം അങ്ങനെയാണ്. ഇനി US-ന്റെ കാര്യം എടുത്താൽ, US ഇന്ത്യയോട് സഹായപൂർണമായ കൈകളാണ് നീട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറാണ്. എക്കണോമിക് ഗ്രോത്തിന്റെ കാര്യത്തിൽ, ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ, മിലിറ്ററി സ്ട്രെങ്ത് നേടുന്ന കാര്യത്തിലൊക്കെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അമേരിക്ക നമ്മുടെ നേരെ കൈ നീട്ടുമ്പോൾ ഒരു കൈ മാത്രമാണ് നമ്മൾ കാണുന്നത്, പിന്നിൽ ഒരു കൈ കൂടിയുണ്ട്. ആ കയ്യിൽ നമ്മൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരായി പോയി കഴിഞ്ഞാൽ നമ്മളെ വെട്ടിമാറ്റാനായിട്ടുള്ള ഒരു ആയുധം അവർ പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മളും അറിഞ്ഞു തന്നെയായിരിക്കും നിൽക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെയും ഒരു കയ്യിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ആയുധം ഇന്ത്യ വെച്ചിട്ടുണ്ട് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അമേരിക്ക എന്തിന് ഇന്ത്യ സഹായിക്കണം? ഇപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു ലോകശക്തി, അവർ വളരെ പവർഫുള്ളാണ്, അവർക്ക് നല്ല മിലിറ്ററി ക്യാപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യം, അവരുടെ ആയുധങ്ങളൊക്കെ മറ്റൊരു രാജ്യത്തിന് കൊടുത്ത് ആ ഒരു ശക്തമായ രാജ്യം എന്ന പേരിന് ഒരു കളങ്കമേൽപ്പിച്ച് ആ ശക്തി പങ്കുവയ്ക്കാൻ തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ഡിഫൻസ് റിപ്പോർട്ടിനകത്ത് നമ്മൾ കാണേണ്ടത്, അവർ പറയുന്നത് ചൈനയെക്കുറിച്ചാണ്. ചൈന ഉയർന്നു വരുന്നു, ചൈന എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നു, മിലിറ്ററി സ്ട്രെങ്ത് നേടുന്നു, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള വേൾഡ് ഓർഡറിൽ മാറ്റം വരുന്നു. ചൈന ശരിയാണ്, നമുക്കൊരു ത്രെട്ട് തന്നെയാണ്, ഉറപ്പാണ്. പക്ഷേ അമേരിക്ക ചൈനയോട് എടുക്കുന്ന സമീപനവും
ചൈന അമേരിക്കയോട് എടുക്കുന്ന സമീപനവും ഒക്കെ ഇന്ത്യക്കൊരു ലെസൺ തന്നെയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ രണ്ട് രാജ്യങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയ്ക്ക് പകരം ഒരു ശക്തമായ രാജ്യമായിട്ട് മാറണമെന്നതാണ് അവരുടെ ടാർഗറ്റ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകശക്തി എന്ന പദവി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ചൈന എന്നല്ല ഒരു രാജ്യവും തങ്ങളുടെ മുകളിൽ വളരാൻ പാടില്ല എന്ന ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് അവർ ചൈനയ്ക്കെതിരെ ഇന്ത്യയെ നന്നായിട്ട് കൂടെ നിർത്തി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ്. എന്താണ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴും പൂർണ്ണമായി പാകിസ്ഥാനെ അങ്ങ് തള്ളിക്കളയാൻ അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല. നാളെ ഇനി ഇന്ത്യ എങ്ങാനും അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായിട്ട് മാറിയാൽ അന്ന് ഉപയോഗിക്കാൻ അമേരിക്ക എന്നേ കരുതി തുടങ്ങിയതാണ് ഈ പറയുന്ന പാകിസ്ഥാൻ. അതുകൊണ്ട് പൂർണ്ണമായി പാകിസ്ഥാനെ അമേരിക്ക തള്ളിക്കളയില്ല. പാകിസ്ഥാനെ ഇന്ന് ചൈന കൂടെ നിർത്തും പോലെ അമേരിക്കയും കൂടെ നിർത്തുന്നുണ്ട്. ചൈന പാകിസ്ഥാനെ ഉപയോഗിക്കുന്നത് ഇന്ത്യക്കെതിരായിട്ടാണ്. US ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും നാളെ ഒരു പക്ഷേ ഇന്ത്യ ഇന്ന് ചൈന തിരിഞ്ഞതുപോലെ US-നെതിരെ തിരിഞ്ഞാൽ ഉപയോഗിക്കാമെന്ന് കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു വടിയാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ ഒരു ടൂള് മാത്രമാണ്. ആക്ച്വലി അതുകൊണ്ടാണ് നമ്മുടെ മെയിൻ എനിമി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചൈനയാണെന്ന് പറയാറുള്ളത്. പാകിസ്ഥാൻ ഒരു ടൂള് മാത്രമാണ്, ആർക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂള്. അതിനപ്പുറം ഒന്നും നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ US-മായിട്ടുള്ള ബന്ധം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ്. അത് ട്രേഡിന്റെ കാര്യത്തിലാണെങ്കിലും കരാറുകളുടെ കാര്യത്തിലാണെങ്കിലും ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും. നോക്കൂ, ഇന്ന് ഇന്ത്യയെ ടെക്നോളജി പരമായിട്ട് വളരെയധികം US ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എഞ്ചിൻ നൽകിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, AMCA പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എഞ്ചിൻ ടെക്നോളജി കൈമാറ്റത്തിന് തയ്യാറാണ്. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഏറ്റവും മികച്ച ഡ്രോണുകൾ വാങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെ US ഇന്ത്യയെ തീർച്ചയായിട്ടും ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്, ഫ്രീ ആയിട്ടൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ണുമടച്ച് US-നെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തിനെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ താല്പര്യങ്ങളാണ്. ഇപ്പോൾ US ഒരിക്കലും ഇന്ത്യയെ ശക്തപ്പെടുത്തിയിട്ട് അവരങ്ങ് ദുർബലരായി കൊടുക്കാമെന്ന് വിചാരിക്കില്ല. US-ന് ഇന്ന് ചൈന ഇനി കൂടുതൽ ശക്തി നേടിയാൽ US-നെ മറികടക്കുമോ എന്ന ആശങ്കയുണ്ട്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ചൈനയ്ക്ക് പകരം ഒരു രാജ്യം കൂടി വളർന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ചൈനയുടെ പ്രഥമ ശത്രുവായിട്ടുള്ള അയൽ രാജ്യം കൂടിയായിട്ടുള്ള ഇന്ത്യ ആകുമ്പോൾ അതെന്തുകൊണ്ടും നല്ലതാണെന്ന് അവരും വിചാരിക്കുന്നു. മാത്രമല്ല റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ അടുപ്പം അത് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യവും ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നതിന് US-നെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. ഒപ്പം വലിയ ഡീലുകളാണ് ഇന്ത്യ നടത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു രാജ്യം, കൂടുതൽ പണം മുടക്കി ആയുധം വാങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരു രാജ്യം, ആ രാജ്യവുമായിട്ടുള്ള ട്രേഡ് പൂർണ്ണമായി റഷ്യയിൽ നിന്ന് തങ്ങളിലേക്ക് വരണമെന്ന് US-ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൈവശമുള്ള കൊള്ളാവുന്ന ആയുധങ്ങളെല്ലാം അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനർത്ഥം US ഇന്ത്യയെ കണ്ണുമടച്ച് വിശ്വസിക്കുമെന്നോ നാളെ ഇന്ത്യക്കെതിരെ തിരിയില്ലെന്നോ അല്ല. US ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ണറാണ് ലോകത്ത്. അതായത് എനി ടൈം അവർ ആർക്കെതിരെയും തിരിയും. ജിയോ പൊളിറ്റിക്സിനകത്ത് ഉണ്ടാവുന്ന ഓരോ ചെറിയ ചലനങ്ങളും US-ന്റെ നിലപാടുകളെ മാറ്റിക്കൊണ്ടേയിരിക്കും. അവരങ്ങനെ സ്ഥിരമായിട്ട് ഒരു രാജ്യവുമായിട്ടും സൗഹൃദം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ പലരും പറയും UK-യുമായിട്ടുണ്ടല്ലോ കാനഡയുമായിട്ടുണ്ടല്ലോ എന്നൊക്കെ. അതൊക്കെ അവരുടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പാണ്. ഇപ്പോൾ UK-യും കാനഡയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് എന്താ പറയുന്നത്, നാറ്റോ തന്നെ വേണ്ടെന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും കാലം US-നെ വിശ്വസിച്ച് നാറ്റോ മെമ്പേഴ്സ് ആയിരുന്ന രാജ്യങ്ങൾ ആരായി? ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് നാറ്റോയുടെ ശക്തി ക്ഷയിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഇതുപോലെ ഒരു ഭരണാധികാരി വിചാരിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ US-ന്റെ താല്പര്യങ്ങളും നയങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് ഒരു രാജ്യത്തിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് രാജ്യമാണ് US. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരെപ്പോഴും ഒരു കൈ അകലം പാലിക്കുന്നുണ്ട്. എപ്പോഴും US-ന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തുകയും ചെയ്യും. ചൈന നമുക്ക് നേരിട്ടറിയാവുന്ന ശത്രുവാണ്. US നമ്മുടെ സുഹൃത്താണ്. എപ്പോൾ വേണമെങ്കിലും ശത്രുവായി മാറാനിടയുള്ള സുഹൃത്തുമാണ്. നിലവിൽ ഇന്ത്യ പരമാവധി ആ സുഹൃത്തിൻ്റെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം സ്വന്തം നിലയിൽ പൂർണ്ണമായിട്ട് വളരാൻ ശ്രമിക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യക്ക് ഏറ്റവും അധികം നല്ലത്. US-ന്റെ ഇപ്പോൾ പുറത്തു വന്ന DOD റിലീസിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ ചൈനയെ അവർ ശത്രുവായിട്ട് കാണുന്നു എന്ന് തോന്നുമെങ്കിലും നമ്മൾ കാണേണ്ടത് ഇന്ന് ഞാൻ നാളെ നീ എന്നതുപോലെ ഇന്ന് ചൈനയെങ്കിൽ നാളെ ഇന്ത്യ എന്ന് പറയേണ്ടി വരും. കാരണം US അങ്ങനെയാണ്, അവർക്ക് മുകളിൽ പറക്കാൻ ആരെയും അനുവദിക്കില്ല. ഏഷ്യൻ ശക്തികൾ വളരെയധികം ശക്തി പ്രാപിക്കുന്ന ഒരു കാലം കൂടിയാണിത്. US-ന് തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിൽ ഒരു വലിയ പങ്കുണ്ട്, നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം തന്നെ അതുകൊണ്ട് ബെനിഫിറ്റും US-നുണ്ട്. ഇപ്പോൾ ചൈനയിൽ നിന്ന് ആപ്പിൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചൈനയെ പ്രതിരോധത്തിലാക്കാനുള്ള US-ന്റെ നീക്കത്തിന്റെ കൂടി ഭാഗമാണ്. ഒന്നത്. രണ്ട്, ആപ്പിൾ കമ്പനിക്ക് ചൈനയേക്കാൾ ലാഭം ഇന്ത്യയിൽ പ്രവർത്തിച്ചാൽ കിട്ടുമെന്ന കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ്. അല്ലാതെ അയ്യോ പാവ ഇന്ത്യയെ കൂടെ ഒന്ന് നന്നാക്കി കളയാം എന്നുള്ള ഉദ്ദേശം കൊണ്ടൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. ബട്ട് കറന്റ്ലി നമുക്ക് US-ഉമായിട്ടുള്ള ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് തർക്കമൊന്നുമില്ല. ചൈനയെ പ്രതിരോധിക്കാനും ദുർബലമാക്കാനും നമുക്ക് US-ന്റെ കൂട്ടുകെട്ട് ആവശ്യമാണ്. പക്ഷേ ആത്മനിർഭർ ഭാരത്, മേക്കിംഗ് ഇന്ത്യ പദ്ധതികളിലൂടെ സ്വയം പര്യാപ്തം നേടി US-നെയും അകറ്റി നിർത്തുക എന്നത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കൈ അകലത്തെ നിർത്തി മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് ഫ്യൂച്ചറിൽ ഇന്ത്യ
ചെയ്യേണ്ടത്. ഒരു പക്ഷേ അങ്ങനെ തന്നെയായിരിക്കും ഇന്ത്യയുടെയും പദ്ധതി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.